ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യുന്ന അധികം ചാനൽസ് മലയാളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഒരു വിമർശനമോ വന്നു കഴിഞ്ഞാൽ ഉത്തരം തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ വീഡിയോസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എന്താണ് ശരിക്കും തെളിവുള്ളത്? ഇപ്പോഴേ ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് എന്താണ് ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു റിസർച്ചിന് ഒരു കഴമ്പുള്ള എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ഏൻഷ്യന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ് ആണ്. ഈ ഒരു പിരമിഡിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തിയറീസും ഒരുപാട് കൺക്ലൂഷൻസും ഒരുപാട് സ്പെക്കുലേഷൻസ് ഞാൻ ഈ ചാനലിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് പോലെ ഇതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് കേട്ടുവന്ന് പറയുന്നതല്ല. അതിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ഈ പിരമിഡ്സിന്റെ ഒറിജിൻ ആണ്. ഇത് ആരാണ് പണിതത്, ഇത് എങ്ങനെയാണ് പണിതത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. 2013 വാൽദി അൽ ജാർഫ് എന്ന് പറയുന്ന ഈജിപ്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു പോർട്ട് ഉണ്ട്, ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള ഡോക്കിംഗ് പോർട്ട് ഉണ്ട്. അവിടെ ഒരു കൂട്ടം ജിയോളജിസ്റ്റുകൾ എക്സ്കവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നടത്തിയത് ഒരു ഫ്രഞ്ച് ആർക്കിയോളജി ടീം ആയിരുന്നു. അങ്ങനെ ഒരു എക്സ്കവേഷനിലൂടെ ഇവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് എവിഡൻസ് കണ്ടുപിടിക്കുകയാണ്. അതും ഇവർ കണ്ടുപിടിച്ചതാവട്ടെ ഈ ഏൻഷ്യന്റ് പോർട്ടിന്റെ ബോട്ട് സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ വെച്ചിട്ടാണ്. അതായത് ബോട്ടുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഈ ഒരു പോർട്ടിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് 4500ഓളം വർഷങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ ആർക്കിയോളജിക്കൽ ഡാറ്റ പറയുന്നത്. അവിടെ നിന്ന് അവർ കണ്ടെത്തിയ ഒരു പീസ് ഓഫ് എവിഡൻസിന്റെ പേരെന്ന് പറയുന്നത് ഡയറി ഓഫ് മിറർ എന്നാണ്. ഈ പേരിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു ഡയറിയാണ്. ഇതിപ്പോ വെറും ഒരു ഡയറി അല്ല, ആ കാലത്ത് ഈ പോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ ഒരു ലോഗ് ബുക്കായിരുന്നു അത്. 4500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ പോർട്ടിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര പേര് വർക്ക് ചെയ്തു, അങ്ങനെയുള്ള ഡാറ്റാസ് മുഴുവൻ ഈ പോർട്ട് എങ്ങനെയാണ് പണിതത് എന്നടക്കം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്ന് അവർ ഈ കണ്ടുപിടിച്ച പീസ് ഓഫ് എവിഡൻസ് വളരെയധികം ഡിസ്ട്രോയിഡ് ആണെന്നുണ്ടെങ്കിലും അത് വളരെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫാക്ട് ആണ്. ഈ ഒരു ആർട്ടിഫാക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 200ഓളം സ്കിൽഡ് വർക്കേഴ്സ് ഈ ഡോക്കിൽ വർക്ക് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെളിവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2.5 ടണ്ണോളം ഭാരം വരുന്ന കട്ടകൾ ഈ ഹാർബറിലൂടെ ബോട്ട് വഴി കൊണ്ടുവന്നതായിട്ട് ഈ ഒരു സംഭവത്തിനടുത്ത് പറയുന്നുണ്ട്. ഇതിലൂടെ ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തെടുത്ത കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഗ്രേറ്റ് പിരമിഡ്സ് പണി തീർത്തേ എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഗിസ പ്ലാറ്റുവിൽ നിന്ന് ഏകദേശം 13 to 17 കിലോമീറ്റർ അപ്പുറത്ത് ടുറ എന്ന് പറയുന്ന ഒരു ക്വാറി ഉണ്ട്. അവിടെ നിന്നാണ് ഈ പറയുന്ന 2.5 ടണ്ണോളം ഭാരം വരുന്ന കട്ടകൾ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും നൈൽ നദിയുടെ സഹായത്തോടെ ഒരു ബോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കട്ടകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ബോട്ടിന്റെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 80ഓളം ടൺസ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഓരോ ട്രിപ്പിലും ഏകദേശം 30ഓളം കട്ടകൾ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോ മാസവും ഏകദേശം 200 to 1000 കട്ടകളാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 200ഉം 1000ഉം തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നൈൽ നദിയിൽ പീരിയോഡിക് ആയിട്ടുള്ള സീസണൽ ഫ്ലഡ് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലഡ് സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ കട്ടകൾ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. അതും പല രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ കനാലുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്തത്. അങ്ങനെ ഓരോ ട്രിപ്പും ഏകദേശം 3-4 ദിവസങ്ങൾ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് പിരമിഡ് പണിതിരിക്കുന്നത് എന്നുള്ളൊരു വാദമാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് അല്ല, സാധാരണ ലൈം സ്റ്റോൺസ് ആണ്. ഗ്രേറ്റ് പിരമിഡിന്റെ ഔട്ടർ സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ലൈം സ്റ്റോണിന്റെ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഏകദേശം 23 ലക്ഷം കട്ടകളാണ് ഈ ഒരു മെത്തേഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തതായിട്ടാണ് നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ആർക്കും അങ്ങനെയായിരിക്കും വിചാരിക്കാൻ പറ്റുക. ഈ ഒരു ലോഗ് ബുക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു ഫാക്ടർ ഉണ്ട്. വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് സിസ്റ്റം അവർക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നു. 2025 ഒരു ലാർജ് സ്കെയിൽ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനോട് സിമിലർ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയായിരുന്നു ആ കാലത്തും അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെയധികം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്ലെയിംസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ സ്ലേവറി ഉപയോഗിച്ചിട്ടാണ് പിരമിഡ് പണി തീർത്തി ഇത്രയും ബുദ്ധിമുട്ടുള്ള കൺസ്ട്രക്ഷൻ അച്ചീവ് ചെയ്തെടുക്കാൻ കാരണം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ലേബർ കൊടുക്കുന്നത് കൊണ്ടാണെന്നുള്ള ഒരു വാദമുണ്ട്. പക്ഷേ ഈ ഒരു ബുക്കിന്റെ അകത്ത്, ഈ ഒരു ഡയറിന്റെ അകത്ത് അവർക്ക് അത് എല്ലാ ദിവസത്തെയും ശമ്പളം കൊടുക്കുന്നതിന്റെ റെക്കോർഡും ഉണ്ട്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഫോഴ്സ് ലേവറി എന്ന് പറയുന്ന ഒരു വാദം അത് കറക്റ്റ് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല. ഒരുപാട് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇതിനെ പറ്റിയിട്ട് വളരെയധികം പ്രൊക്ലെയിംഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് പിരമിഡ് പണിത് ഈ പറയുന്ന ഫോഴ്സ് ആയിട്ടുള്ള ലേബർ കൊടുത്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർക്ക് അതേതായിട്ടുള്ള ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പിരമിഡ് കൺസ്ട്രക്ഷനെ നമ്മൾ ഡീബങ്ക് ചെയ്തു എന്നുള്ളത്. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം കിടക്കുന്നത്. ഈ ഒരു പീസ് ഓഫ് എവിഡൻസിന്റെ അകത്ത്
പിരമിഡ് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടകൾ ഇറക്കിയെന്നോ അതിനുള്ള ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇവിടെ കൊടുക്കുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പീസ് ഓഫ് എവിഡൻസിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ അത് ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് വേറൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. അക്കത്ത് കുഫു എന്ന് പറയുന്ന ഒരു വാചകവും ഇതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഹൊറൈസൺ ഓഫ് കുഫു എന്നാണ്. ഈ പേര് ഇവിടെ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ കിങ് കുഫു ആണ് ഈ പിരമിഡ്സ് പണി തീർത്തേ എന്നുള്ള ഒരു അസംഷനിലേക്ക് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡയറിയിൽ വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. അൻകഫ് എന്നാണ് ആ ഒരു പേര്. അൻകഫ് എന്ന് പറയുമ്പോൾ കുഫുയുടെ ഹാഫ് ബ്രദർ ആയിട്ട് വരും. ഇദ്ദേഹമാണ് ഈ 2.5 ടണ്ണോളം ഭാരം വരുന്ന ലൈം സ്റ്റോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും കിങ് കുഫു ആണ് പിരമിഡ് പണിതേ എന്നുള്ളൊരു വാദത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പിരമിഡ് പണിയുന്നതിനെ കുറിച്ചോ 2 ടൺ ടു 80 ടൺ വരെ ഭാരം വരുന്ന സിംഗിൾ പീസ് ഗ്രാനൈറ്റ് ബ്ലോക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചോ, അതും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്സിന്റെ അകത്ത് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മാസീവ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ബ്ലോക്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് 800 കിലോമീറ്ററോളം അപ്പുറത്തെടുക്കുന്ന അസ്വാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. 800 കിലോമീറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്, മീറ്റർ എന്നല്ല. ഈ പീസ് ഓഫ് എവിഡൻസിന്റെ അത് ലൈം സ്റ്റോൺസിന്റെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി ഇത്രയധികം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്ര മാസീവ് ആയിട്ടുള്ള അതിനെ ഇരട്ടിപ്പണിയുള്ള ഗ്രാനൈറ്റിന്റെ ലോജിസ്റ്റിക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല? അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടുക ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ പിരമിഡിലോ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിയോളജിയോ എന്തെടുത്ത് നോക്കിയാലും ഈ പിരമിഡ് എങ്ങനെയാണ് പണിതത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു ക്ലൂ നമുക്ക് കിട്ടില്ല. ആകെയുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. അതിലാവട്ടെ കുഫു എന്ന് പറയുന്ന ഒരു കിങ്ങിനെ പറ്റി മെൻഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി കുഫു ആണ് പിരമിഡ് പണിത് എന്നുള്ള ഒരു അസംഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിയോളജി ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരം ഭാരമുള്ള ഗ്രാനൈറ്റ് കട്ടകൾ എങ്ങനെയാണ് കൊണ്ടുവച്ചതെന്നോ, എങ്ങനെയാണ് ഇറക്ട് ചെയ്ത് വെച്ചതെന്നോ, എങ്ങനെയാണ് ബീം ഉണ്ടാക്കിയെന്നോ, ഇത്തരം ഭാരമുള്ള കട്ടകളുടെ അലൈൻമെന്റ് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തത്, ഇത്ര പ്രിസിഷനോടെ എങ്ങനെയാണ് അവരിങ്ങനെ വച്ചത്, ഇത്ര പ്രിസിഷനോടെ എങ്ങനെയാണ് അവർ കട്ട് ചെയ്തത്, ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ഡേറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. ഗ്രേറ്റ് പിരമിഡിന്റെ അത് കിങ്സ് ചേംബറിന്റെ മുകളിൽ നമുക്കൊരു കാർട്ടൂഷ് കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അത് നല്ല ക്രെഡിബിൾ സോഴ്സസ് തന്നെയാണ് പറയുന്നത്. എനിവേ ആ ഒരു സംഭവമാണ് കിങ് കുഫുടെയാണ് ഈ ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്നതിന് വേറൊരു സോഴ്സ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡയറി ഓഫ് മിററിൽ പറയുന്നത് പോലെ തന്നെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കനാൽ ആയിക്കോട്ടെ, ജോലിക്കാരെല്ലാവരും താമസിച്ച വില്ലേജ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആർക്കിയോളജി അൺകവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ ഹാർബറിന്റെ പ്രായം എന്ന് പറയുന്നത് 4500 വർഷങ്ങളാണ്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ കാലത്ത് ഭരിച്ചിരുന്ന ഫാരോസിന്റെ എല്ലാം പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനാണ് കിങ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കിങ് കുഫുയുടെ ആ ഒരു ഭരണകാലം നോക്കുകയാണെങ്കിൽ അത് 4500 വർഷങ്ങളാണെന്ന് നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. ആ കാലത്ത് കിങ് കുഫുയുടെ എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സീലുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ കാർബൺ ഡേറ്റിംഗ് പറയുന്നത് 4500ഓളം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ്. പിരമിഡ്സിന്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് മോർട്ടാർ പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. മോർട്ടാർ എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ഡേ സിമെന്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കണ്ടുവരുന്ന മോർട്ടാർ 2 ടൈപ്പ് ഉണ്ട്. ജിപ്സം കൊണ്ട് ഉണ്ടാക്കിയ മോർട്ടാർ ഉണ്ട്, ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മോർട്ടാർ ഉണ്ട്. ഈ ലോകമെമ്പാടും കണ്ടുവരുന്ന പുരാതനമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള മോർട്ടാറും വൈക്കോല് പോലത്തുള്ള ഓർഗാനിക് സബ്സ്റ്റൻസുമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് അതൊരു ബോണ്ടിങ് മെറ്റീരിയൽ പോലെ ആക്കിയിട്ട് ഇത്തരത്തിലുള്ള ഹോളും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന ഒരു പ്രാക്ടീസ് പുരാതനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പുരാതനമായി കണ്ടുവരുന്ന മൺകുടിലുകളും ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ മോർട്ടാറിന് പകരം അവിടെ കളിമണ്ണും വൈക്കോലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു സ്ട്രക്ചർ അവർ ഫോം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസും ഈ പറഞ്ഞ പിരമിഡ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വസ്തുവിന്റെ കാലപ്പഴക്കം എന്തോരുണ്ടെന്ന് അറിയണമെങ്കിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തൊരു കാലപ്പഴക്കം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിരമിഡിന്റെ അകത്തും പുറത്തും കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മോർട്ടാറുകളിൽ ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ചെടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ബോണ്ടിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നമുക്ക് റേഡിയോ കാർബൺ ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴും 4500-4600 വർഷങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മോർട്ടാർ ഉപയോഗിച്ച് പിരമിഡിൽ കണ്ടുവരുന്ന ഒരുപാട് സ്ഥലത്ത് സ്ട്രെങ്തൻ ചെയ്തേക്കുന്ന ഒരു സംഭവം അടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. എന്ത് പിരമിഡ് പണിതിരിക്കുന്നത് 4500 വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളതും അത് പണിതിരിക്കുന്നത് 4500ഓളം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന കിങ് കുഫു ആണെന്നുള്ള ഒരു പ്രോമിനന്റ് എവിഡൻസ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്ലെയിംസുകളെല്ലാം 980, 995, 2006 ഈ 3 വർഷങ്ങളായിട്ട് പല രീതിയിൽ പഠിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിരമിഡ് പണിതിരിക്കുന്നത് കിങ് കുഫു ആണെന്നുള്ളതും 4500ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമുക്ക് കിട്ടുന്ന എവിഡൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇൻ റിയാലിറ്റി ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഇതിപ്പോൾ കിങ് കുഫു ആണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പണിതെങ്കിൽ അദ്ദേഹമാണ് അത് പണിതെന്നുള്ളതിന് ഒരു ഡയറക്റ്റ് എവിഡൻസ് നമുക്ക് വേണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇത് ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ കൊടുക്കാൻ പറ്റും.
അതായത് ഇത്ര മാസീവ് ആയിട്ടുള്ള 80ഓളം ടൺ വരുന്ന വലിയ പീസ് ഗ്രാനൈറ്റ് എങ്ങനെയാണ് അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്? അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ആ ഒരു പീസ് ഓഫ് എവിഡൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറയായിരുന്നു. പക്ഷെ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, പിരമിഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള ഹൈറോഗ്ലിഫ്സും കാണാൻ കഴിയില്ല. ഇത് വെറും ഒരു ശവക്കല്ലറ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ഗ്രേറ്റ് പിരമിഡിൽ കാണാൻ കഴിയാത്തത് എന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ നിങ്ങൾ ഈജിപ്തിൽ കണ്ടുവരുന്ന മറ്റുള്ള ടൂബുകളൊക്കെ ഒന്ന് എടുത്തു നോക്കാം. അതിന്റെ ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. വളരെയധികം എക്സ്റ്റെൻസീവ്ലി ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ടൂബ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പക്ഷെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജാവിന്റെ ടൂബിൽ യാതൊരു രീതിയിലുള്ള കൊത്തുപണി ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തത്. ഗ്രേറ്റ് പിരമിഡ് പണിതിരിക്കുന്നത് കിങ് കുഫു ആണ് എന്നുള്ളതിന്റെ ഡയറക്റ്റ് എവിഡൻസ് കിട്ടാത്തടത്തോളം കാലം ഇത് വളരെയധികം വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ പിരമിഡ് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഗ്രേറ്റ് പിരമിഡ്സിന്റെ മുമ്പിൽ ദ ഗ്രേറ്റ് സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു സ്ട്രക്ചറാണ് ഗ്രേറ്റ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. റോബർട്ട് എസ് എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗ്രേറ്റ് സ്ഫിങ്സിനെ എക്സ്റ്റെൻസീവ്ലി സ്റ്റഡി ചെയ്ത ഒരു വ്യക്തിയാണ്. ജിയോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ വളരെയധികം റെസ്പെക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് പിരമിഡിന് മുന്നിൽ കണ്ടുവരുന്ന ഈ ഗ്രേറ്റ് സ്ഫിങ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സയന്റിഫിക് സ്റ്റഡീസിലൂടെയും ഇവാലുവേഷനിലൂടെയും ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഗ്രേറ്റ് സ്ഫിങ്സിന്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് വേർട്ടിക്കൽ ഇൻസിഷൻസ് നമുക്ക് കാണാൻ കഴിയും. മണൽ കൊണ്ട് നിങ്ങളൊരു കൂമ്പാരം ഉണ്ടാക്കിയിട്ട് അത് മഴയത് കൊണ്ട് വെച്ച് നോക്കാം. അപ്പൊ മഴത്തുള്ളികൾ വീഴുമ്പോൾ ഈ കൂമ്പാരത്തിൽ ചെറിയ ചെറിയ ഇൻസിഷൻ, ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇങ്ങനെ വീഴുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. ഇതിനെയാണ് ശരിക്കും വേർട്ടിക്കൽ ഇൻസിഷൻ എന്ന് പറയുന്നത്. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് ഇദ്ദേഹത്തിന് അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞത്. അതും ഇവിടെ ഇദ്ദേഹം ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഇൻസിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഡീപ്പും കൂടിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര അധികം ജിയോളജിക്കൽ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന പോലെ ഗ്രേറ്റ് സ്ഫിങ്സ് പണി തീർത്തതെങ്കിൽ ആ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള മഴ വേണം. മഴ എന്ന് പറയുമ്പോൾ പ്രൊണൗൺഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻഫോൾ വേണം. പക്ഷേ ഈ പിരമിഡ് ആവട്ടെ, ഗ്രേറ്റ് സ്ഫിങ്സ് ആവട്ടെ, ഗീസ ആവട്ടെ എല്ലാം നിൽക്കുന്നത് മരുഭൂമിയുടെ ഒത്ത നടുക്കാണ്. ഇത്ര അധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റെയിൻഫോൾ കിട്ടിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഡീപ്പ് ആയിട്ടുള്ള ഇൻസിഷൻ ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ 4500 വർഷങ്ങൾക്ക് മുമ്പ് മഴയൊന്നും അവിടെ സംഭവിച്ചിട്ടായിട്ടുള്ള ഡാറ്റ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു റഫ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഗ്രേറ്റ് സ്ഫിങ്സ് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വളരെയധികം മഴ ലഭിച്ചത് ഏകദേശം 7000ഓളം വർഷങ്ങൾക്ക് മുന്നേ ആണെന്നുള്ള ഒരു റഫ് കാൽക്കുലേഷൻ ആണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ സൈസ്മിക് ഡാറ്റ അടക്കം എടുത്തു. അപ്പൊ അതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റഫ്ലി ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള ഇൻസിഷൻ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള മഴ വേണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെ ഡീപ്പ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുള്ളൂ. അവസാനമായിട്ട് ഈ ഒരു സ്ഥലത്ത് വളരെയധികം പ്രൊണൗൺഡ് ആയിട്ടുള്ള റെയിൻഫോൾ കിട്ടിയതാവട്ടെ ലാസ്റ്റ് ഐസ് ഏജിന്റെ അവസാന സമയത്താണ്. അതായത് ഏകദേശം ഒരു 7000 to 12000 വർഷങ്ങൾക്ക് മുന്നേ ലഭിച്ച മഴയുടെ ഒരു ഭാഗമാണ്, ഒരു റിസൾട്ടാണ് ശരിക്കും ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒരു ഇൻസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക, ഇദ്ദേഹം വെറുതെ വായി തോന്നിയത് പറഞ്ഞതല്ല. ഇദ്ദേഹം വളരെയധികം റെസ്പെക്ട് ആയിട്ടുള്ള ഒരു ജിയോളജിസ്റ്റ് ആണ്. പക്ഷെ ഇത്തരത്തിലുള്ള ക്ലെയിംസ് എല്ലാം അടിച്ചമർത്താൻ നോക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ക്ലെയിംസിനെ വെറും ഒരു സ്യൂഡോ സയൻസും കോൺസ്പിറസി തിയറിയുമായിട്ട് ഒരുപാട് ആൾക്കാർ മുദ്ര കുത്തി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ക്ലെയിംസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റി മുന്നോട്ട് വന്നായിരുന്നു. അവർ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. 2006 നടത്തിയ സയന്റിഫിക് സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഇൻസിഷൻ ഉണ്ടാവാൻ കാരണം സോൾട്ട് വെതറിങ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാരണമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കാലം ഒരു സ്ട്രക്ചർ ഓപ്പൺ എയറിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ പല രീതിയിലുള്ള മൈനർ ക്രാക്കുകൾ, ചില പൊട്ടലുകളൊക്കെ ഇങ്ങനെ വീഴും. കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ ഈ ചെറിയ ക്രാക്കുകളിലൂടെ വെള്ളം മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ചെറിയ ക്രാക്കുകളുടെ വീതി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വീതി കൂടുമ്പോഴാവട്ടെ ഇതിനകത്ത് സോൾട്ട് ഡെപ്പോസിറ്റ് ഇങ്ങനെ അടിയാൻ, അത് ഉപ്പ് ഇങ്ങനെ അടിയാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ ഉപ്പ് ക്രിസ്റ്റലൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഉപ്പ് ക്രിസ്റ്റലൈസ് ആകുമ്പോൾ, അതായത് നമ്മുടെ കിച്ചൺ സോൾട്ടിന്റെ ആ ഒരു പരുവം എത്തുമ്പോൾ ആ ക്രാക്ക് പിന്നെയും വലുതാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഉപ്പെല്ലാം ഇരിക്കുന്നത് ആ ഒരു ക്രാക്കിലാണ്. ഈ ഒരു പ്രതിഭാസം സംഭവിക്കുമ്പോൾ ഡീപ്പായിട്ടുള്ള ഇൻസിഷൻ വരുന്ന പോലത്തെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റഡി ഇവിടെ നടന്നതുകൊണ്ട് തന്നെ 7000 വർഷങ്ങൾക്ക് മുന്നേ പണിതൊരു സംഭവമാണ് ഗ്രേറ്റ് സ്ഫിങ്സ് എന്നുള്ള ഒരു വാദം അത് ഡീബങ്ക് ചെയ്തെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ അവർ കംപ്ലീറ്റ് പിക്ചർ കണ്ടിട്ടില്ല. ഈ ശാസ്ത്രീയമായിട്ട് നടത്തിയ പഠനത്തിന്റെ റിസൾട്ട് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് പ്രോസസ്സസ് എന്നാണ്. അതായത് ഒരുപാട് പ്രോസസ്സിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ് ഈ ഒരു ഫിനോമിന നമുക്ക് കാണാൻ കഴിയുന്നതാണ് പറയുന്നത്. അതായത് സോൾട്ട് വെതറിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉപയോഗിച്ചിട്ട് മാത്രമല്ല ഈ ഡീപ്പ് ഇൻസിഷൻ കാണാൻ കഴിയുന്നത്,
മഴ കൊണ്ടും ഈ ഒരു സംഭവം ഉണ്ടാവാം, അല്ലെങ്കിൽ സോൾട്ട് വെതറിങ്ങും പ്രിണൗണ്ട് ആയിട്ടുള്ള റെയിൻഫോളും കാരണം ഇങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഉണ്ടാവാം എന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിവിടെ ഡീബങ്ക് ചെയ്യപ്പെടുന്നില്ല, ഇതൊരു കോമ്പിനേഷൻ ഓഫ് പ്രോസസ്സസ് എന്നാണ് ശരിക്കും ഇതിന്റെ അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഗ്രേറ്റ് സ്ഫിങ്സിന്റെ പ്രായം മിനിമം 7000 വർഷങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ക്ലെയിം അത് ഇപ്പോഴും വാലിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ആർക്കിയോളജിക്കൽ ഡാറ്റ പറയുന്നത് ഗ്രേറ്റ് പിരമിഡും ഈ പറഞ്ഞ ഗ്രേറ്റ് സ്ഫിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ കാലഘട്ടത്താണെന്നാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റ് പിരമിഡ് പറഞ്ഞത് കിങ് കുഫോർഡ് എന്നുള്ള ഒരു ക്ലെയിം, ആ ഒരു വാദം, അത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ് ആണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺ ഞാനിപ്പോ ഈ പറഞ്ഞ ഡാറ്റാസ് മുഴുവനുമാണ്. ഇതാണ് ശരിക്കും ഉള്ള സയന്റിഫിക് ഡാറ്റ. ആർക്കിയോളജിക്കൽ ഡാറ്റയൊക്കെയാണ് ഇപ്പൊ നേരത്തെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി സെർച്ച് ചെയ്യാം. ഈ ഡാറ്റകളിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ഉള്ളതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് മാത്രമാണ്. ഡയറക്ട്ലി ഇന്ന ആളാണ് ഇന്ന സാധനം പണിത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരിടത്തും പറയുന്നില്ല. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം. കഴിഞ്ഞ വീഡിയോയിലെ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഡീബങ്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായി. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയന്റിഫിക്കും ആർക്കിയോളജിക്കൽ ഡാറ്റയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പൊ പിടിച്ചോ. ഇവിടെ ഞാൻ ഗ്രേറ്റ് പിരമിഡ്സിനെ ഒറ്റയ്ക്ക് നിർത്തിയല്ല പറയുന്നത്, ഈജിപ്ഷ്യൻ സ്ട്രക്ചേഴ്സ് ഇൻ ജനറൽ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുവരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം പണി തീർത്തിരിക്കുന്നത് 3 തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ലൈം സ്റ്റോൺസ് ആയിക്കോട്ടെ, പല ഗ്രേഡിലുള്ള ലൈം സ്റ്റോൺസ് ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, മിക്കവാറും റെഡ് ഗ്രാനൈറ്റ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ മോർട്ടാർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മോർട്ടാർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിയോളജിക്കൽ ഡാറ്റയും എവിഡൻസും മെറ്റീരിയൽസിന്റെ എവിഡൻസ് ഒക്കെ വെച്ചിട്ട് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്നത് കോപ്പർ ടൂൾസ് ആണ്. കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചിസിൽസ് ആയിക്കോട്ടെ, വലിയ നീളത്തിലുള്ള ബാൻഡ്സോ പോലത്തെ ഒരു സംഭവം ആയിക്കോട്ടെ, സിലിണ്ടറിക്കൽ ഡ്രിൽ ആയിക്കോട്ടെ, കല്ലുകൊണ്ട് മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടൂൾസ് ആയിക്കോട്ടെ, ചെടിയുടെ നാരുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കയറുകളായിക്കോട്ടെ, പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന സിലിക്ക സാൻഡ്, അതായത് ക്വാർട്സ് ക്രിസ്റ്റൽസ് അടങ്ങിയിരിക്കുന്ന സാൻഡ് ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയ സ്ട്രക്ചേഴ്സ് ഒക്കെ പണി തീർത്തേ എന്നാണ് അവർ പറയുന്നത്. അതാണ് ശരിക്കും ഇവിടുത്തെ ക്ലെയിം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഒരു പോയിന്റിനെ ഡീബങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് എഴുതി കാണിക്കാം. ഇദ്ദേഹം ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് കോപ്പർ ചിസിൽസും ഹാമർ ഉപയോഗിച്ച് ലൈം സ്റ്റോൺസിനെ പൊട്ടിച്ചെടുക്കുന്നതാണ്. എന്നാൽ ഇവിടെ ആരും പറയാത്ത കാര്യം എന്താ വെച്ചാൽ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ കോപ്പർ ടൂൾസ് ഉപയോഗിച്ച് വളരെയധികം ഈസിലി ലൈം സ്റ്റോണിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ എന്റെ സിറ്റുവേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു സയന്റിഫിക് ഡാറ്റ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ കണ്ടുവന്നിരിക്കുന്ന കോപ്പർ ടൂൾസിന്റെ പ്രോപ്പർ സയന്റിഫിക് അനാലിസിസ്, അത് കെമിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ കണ്ടുവരുന്ന കോപ്പർ ടൂൾസ് എന്ന് പറയുന്നത് 100% പ്യൂർ ആയിട്ടുള്ള കോപ്പർ അല്ല. അതിന്റെ അത് ഒരു ഇംപ്യൂരിറ്റി ഉണ്ട്, ഒരു അലോയ് ആണ്. അത് ആർസനിക് എന്ന് പറയുന്ന മെറ്റലും കോപ്പറും കൂടി ചേർത്തിട്ടുണ്ടാക്കിയ ഒരു അലോയ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോപ്പർ ചിസിൽസ് ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്യൂർ കോപ്പറിനെ അപേക്ഷിച്ച് ഈ ഒരു അലോയ്ക്ക് വളരെയധികം സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഈ കോപ്പർ അലോയ്ക്ക് ഈസിലി ലൈം സ്റ്റോൺസിനെ കാർവ് ചെയ്യാനും കൊത്തിവെടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഗ്രാനൈറ്റിനെ തൊടാൻ പോലും പറ്റില്ല. മോ സ്കെയിലിൽ പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 6 to 7 ആണ്. ഗ്രാനൈറ്റ് ഇത്ര ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കോപ്പർ ഉപയോഗിച്ച് ഇതിനെ നമ്മൾ കൊത്തിയെടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ ടൂൾസ് വളഞ്ഞു പോവുകയുള്ളൂ. ഇത്ര വലിയ അലോയ് ആണെന്ന് പറഞ്ഞാലും സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ എങ്ങനെയാണ് റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള കോപ്പർ ടൂൾസ് ഉപയോഗിച്ച് ഇത്തരം ഹാർഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റിനെ പെർഫെക്റ്റ് പ്രിസിഷനോടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്? അവിടെയാണ് നൈൽ നദിയിൽ കണ്ടുവരുന്ന ഈ ഒരു സാൻഡിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ കണ്ടുവരുന്ന മണലിൽ ക്വാർട്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് കണ്ടുവരുന്നുണ്ട്. ക്വാർട്സ് എന്ന് പറയുന്നത് ഹാർഡ്നെസ്സിൽ നിസ്സാര സംഭവമല്ല, ബോ സ്കെയിലിൽ 7 ഹാർഡ്നെസ് ഉള്ള ഒരു സംഭവമാണ് ക്വാർട്സ് എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്പെരിമെന്റൽ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അപ്പുറം ഇപ്പുറം ആള് നിന്നിട്ട് ഒരു ബാൻസോ പോലത്തെ ഒരു സംഭവം പിടിച്ചിട്ട് ഈ കട്ട് ചെയ്യുന്ന പ്രതലത്തിൽ ക്വാർട്സ് ക്രിസ്റ്റൽസ് നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സാൻഡ് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അത് വെറുതെ ഉപയോഗിക്കുന്നതല്ല, നനച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കോപ്പർ ഉപയോഗിച്ചിട്ടായിരിക്കില്ല ഇവിടെ ഗ്രാനൈറ്റ് കട്ടാവുന്നത്. നേരെ മറിച്ച് ഈ മണലിന്റെ അകത്ത് കണ്ടുവരുന്ന ക്വാർട്സ് ക്രിസ്റ്റൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് കട്ടാവുക. ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു കാര്യം എക്സ്പെരിമെന്റൽ ആർക്കിയോളജി ഉപയോഗിച്ച് അവർ അച്ചീവ് ചെയ്തെടുത്ത ഒരു സംഭവം കൂടിയാണ്. ഇതിലൊന്നും ആർക്കും ഇവിടെ യാതൊരു വിഷയവുമില്ല, യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളൊന്ന് നോക്കാം. ഞാൻ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നോക്കാം. ആ വീഡിയോയില് അദ്ദേഹം ആ ഒരു സംഭവം കട്ട് ചെയ്യാൻ എടുത്ത സമയം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിനെപ്പറ്റി ഇവിടെ ആരും പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഏകദേശം 2-3 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് പരിശ്രമത്തിലൂടെ അവർക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞത് കേവലം. അതിന്റെ അർത്ഥം ഇത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതും ഗിസയിൽ കണ്ടുവരുന്ന കുഫുയുടെ ഗ്രേറ്റ് പിരമിഡ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം ടൺ ഗ്രാനൈറ്റ് ആണ് ഇത്തരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നമ്പർ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്യാൻ നോക്കാം.
1.5 ലക്ഷം ടൺ ഗ്രാനൈറ്റ്. അതും കട്ടകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം 9,000-ഓളം കട്ടകൾ അവർ ഈ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ളതും എക്സ്പെരിമെന്റൽ ആർക്കിയോളജി ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റും എന്ന് മാത്രമാണ് അവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫീസിബിലിറ്റിനെ പറ്റിയിട്ട് ആരും ഇവിടെ പ്രൂവ് ചെയ്തിട്ടില്ല. ഇത് ചെയ്യാൻ പറ്റും, ഇത്ര ലാർജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. അധികം ആൾക്കാർ പറയാത്ത വേറൊരു ഡീറ്റെയിൽ ആണ്, ഇവിടെ ഈ കട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് സാൻഡ് ഇടണ്ടേ, ആ സാൻഡിന്റെ അകത്ത് ക്വാർട്സിന്റെ പാർട്ടിക്കിൾസ് കാണണ്ടേ. ആ പാർട്ടിക്കിൾസിന്റെ വലിപ്പം എന്ന് പറയുന്നത് 0.1 to 1 mm വരെ തിക്നെസ് വേണം. എന്നാൽ മാത്രമാണ് ഈ കട്ടിങ് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റൂ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ഗ്രാനൈറ്റ് സ്മൂത്ത് ആയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട സാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പുഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാൻഡ് ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ അകത്ത് കണ്ടുവരുന്ന ക്വാഡ്സ് അല്ലെങ്കിൽ സിലിക്കയുടെ പാർട്ടിക്കിൾസിന്റെ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും. ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഈ ഗ്രെയിൻ സൈസ് റെഗുലർ ആയാൽ മാത്രമാണ് ഒരു റെഗുലർ ആയിട്ടുള്ള കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നൈൽ നദിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാൻഡിനെ ഡയറക്റ്റ്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലായത് കൊണ്ട് തന്നെ ഇതിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കിയാൽ മാത്രമാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ സാൻഡിന്റെ അകത്തുള്ള ക്വാഡ്സിന്റെ ഡെൻസിറ്റി അതിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് അവിടെ കട്ട് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു നോളജ്, ഒരു അറിവ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ ക്ലെയിമിന്റെ ഒരു തെളിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മോർട്ടാർ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രൊസസ്ഡ് ആയിട്ടുള്ള റിവർ സാൻഡിന്റെ സാമ്പിൾസ് നമുക്ക് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ സാൻഡ് നൈൽ നദിയിൽ നിന്ന് കൊണ്ടുവന്ന സാൻഡ് ഡയറക്ട്ലി ഇവിടെ ഉപയോഗിച്ചതല്ല, നേരെ മറിച്ച് അത് പ്രോസസ് ചെയ്ത് ഉപയോഗിച്ചതാണെന്നുള്ളതിനുള്ള ഒരു തെളിവ് ഇവിടെ പ്രോമിനന്റ് ആണ്. എന്നാൽ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കോർ ഡ്രിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ടൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സിലിണ്ട്രിക്കൽ കോർ ബിറ്റ് ഒക്കെ കാണാൻ പറ്റും. ഇതുപോലുള്ള സിലിണ്ട്രിക്കൽ ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ദ്വാരങ്ങൾ ഗ്രാനൈറ്റിൽ നിന്ന് തുളച്ചെടുക്കുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഫോട്ടോസിലൂടെ ഇതിന്റെ പ്രിസിഷനും അക്യുറസിയും എന്തുകൊണ്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ ഫോട്ടോസ് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഒറ്റ സ്ട്രെച്ചിന് പോകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ലൈനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. 1881 തൊട്ട് 83 വരെ ഈജിപ്ഷ്യൻ പ്ലാറ്റോയിൽ നടത്തി വന്ന ഒരു എക്സ്കവേഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സാമ്പിൾ ഡിസ്കവർ ചെയ്യുന്നത്. ഇത് ഡിസ്കവർ ചെയ്ത ആളുടെ പേരിലാണ് ഈ ആർട്ടിഫാക്ട് ഇപ്പൊ അറിയപ്പെടുന്നത്. പെട്രി കോർ 7 നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഗ്രാനൈറ്റിൽ നിന്ന് സിലിണ്ട്രിക്കൽ കോപ്പർ ബിറ്റ് ഉപയോഗിച്ച് ദ്വാരം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കോർ സാമ്പിൾ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇങ്ങനത്തെ ഒരു പീസ് ഇവിടെ കിട്ടാൻ കാരണം ഈ ടൂളിന്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് ഈ ടൂളിന്റെ അകത്ത് ഹോളോ ആണ്. ഇവിടെ കട്ട് ചെയ്ത് പോകുന്ന പ്രതലം എന്ന് പറയുന്നത് ആ സിലിണ്ട്രിക്കൽ ഭിത്തി മാത്രമാണ്. കോപ്പർ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത്ര കട്ടിയുള്ള ഗ്രാനൈറ്റിനെ കട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ടൂളും കോപ്പറും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും കോർട്സ് ക്രിസ്റ്റലിൽ റിച്ച് ആയിട്ടുള്ള വെറ്റ് സാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോർ ബിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു തുളയൊക്കെ തുളച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പുരാതനമായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ദ്വാരം ഗ്രാനൈറ്റിൽ തുളയ്ക്കാൻ പറ്റിയെന്നുള്ള ഒരു ചോദ്യത്തിന് എക്സ്പെരിമെന്റൽ ആർക്കിയോളജിക്കൽ ഡാറ്റ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ നോക്കി, അതായത് ഡീബങ്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 1960കളിലും 70കളിലും 80കളിലുമാണ് ഇതിനോട് സമാനമായിട്ടുള്ള എക്സ്പെരിമെന്റ്സും സയന്റിഫിക് അനാലിസിസും സ്റ്റഡീസും അങ്ങനെയുള്ള വേണ്ട ബഹളമൊക്കെ നടത്തിയത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെയായിരിക്കും ഇവർ ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് ഇവർക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു. അതായത് ബോ ഡ്രിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ബോ ഡ്രിൽ എന്ന് പറയുമ്പോൾ അമ്പും വില്ലിന്റെ വില്ല് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോ ആ വില്ലിന്റെ നടുക്കൊരു കയർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. ആ കയറിനെ ചുറ്റിയിട്ട് ഈ പറയുന്ന സിലിണ്ട്രിക്കൽ ബിറ്റും വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ വില്ല് പോലത്തെ സംഭവം അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ നടുക്കുള്ള ആ ഒരു കോറ് റൊട്ടേറ്റ് ചെയ്യും. അതായത് ടു ആൻഡ് ഫ്രോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതായത് അങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കോർ സാമ്പിൾ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയതും. ക്വാഡ് ക്രിസ്റ്റൽസ് നിറഞ്ഞിരിക്കുന്ന സാൻഡും വെള്ളവും കൂടി ആഡ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു സംഭവം അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അവർ എക്സ്പെരിമെന്റലി തെളിയിച്ചു. അങ്ങനെയാണ് ഈജിപ്ഷ്യൻ പ്ലാറ്റോയിലും അവിടെ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ആ ഒരു ദ്വാരങ്ങളുടെ എക്സ്പ്ലനേഷൻ വരുന്നതും അതിനെ ഡീബങ്ക് ചെയ്യുന്നതും. ഇത് ഡീബങ്ക് ചെയ്യപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്യുന്നില്ല. അത് ആൻസർ ചെയ്യാൻ അവർക്ക് പറ്റില്ല. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് പെട്രി കോർ 7 എന്ന് പറയുന്ന കോർ സാമ്പിൾ. ഞാൻ നേരത്തെ കാണിച്ച സംഭവം തന്നെയാണ്. ഈ കോർ സാമ്പിളിന്റെ സൈഡിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വര ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഒരു സ്പൈറലായിട്ട് ഒരു വര ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ ഈ വരയുടെ അറ്റത്ത്
സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു നൂല് വെച്ചിട്ട് ഈ വരയിൽ ഇങ്ങനെ ആ ഒരു ചുറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നൂലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് ഈ നൂല് ഒരിടത്തും ബ്രേക്ക് ചെയ്യുന്നില്ല. അതിന് മീനിങ് എന്താ വെച്ചാൽ ഇതിന് ചുറ്റും കണ്ടുവരുന്ന ആ ഒരു സ്പൈറൽ ലൈൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലൈനാണ്. എക്സ്പെരിമെന്റൽ ആർക്കിയോളജി ഉപയോഗിച്ച് അവരുടെ ഈ പറയുന്ന കോർ സാമ്പിൾസ് അവർക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അവർ പ്രൂവ് ചെയ്തത്. പക്ഷേ ഈ കണ്ടിന്യൂസ് ലൈൻ എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. ബോ ഡ്രിൽ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടാണ് ഈ ഗ്രാനൈറ്റിനെ കട്ട് ചെയ്തിങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ഒരഞ്ഞുള്ള ലൈൻ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഈ സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ കാണാൻ പറ്റും. അതിന്റെ ഒരു മീനിങ് എന്താ വെച്ചാൽ ഈ കട്ട് ചെയ്തത് ഏത് രീതിയിലാണോ അത് കംപ്ലീറ്റ് റൊട്ടേഷനിലൂടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആ കോർ ബിറ്റ് കറങ്ങിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരച്ചിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. അതും ഈ സൈഡിലൂടെ പോയിരിക്കുന്ന ലൈനുകളുടെ സ്പേസിംഗ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ഒരു ലൈനും അടുത്ത ലൈനും തമ്മിലുള്ള സ്പേസിംഗ് നിങ്ങൾ നോക്കാം. ഇറഗുലർ ആയിട്ടുള്ള ഒരു സ്പേസിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു ലൈനിന്റെ സ്പേസും അടുത്ത ലൈനിന്റെ സ്പേസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീച്ചറോടെ ഒരു കോർ സാമ്പിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രഷർ മുകളിലേക്ക് കൊടുക്കേണ്ടിയും വരും. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മോഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ബോ ഡ്രില്ല് പോലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള മോഷൻ ആയിരിക്കരുത് ഇവിടെ ഉണ്ടാവേണ്ടത്. അതായത് എക്സ്പെരിമെന്റൽ ആർക്കിയോളജിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു സാമ്പിൾ അവർക്ക് എടുക്കാൻ പറ്റും, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എക്സ്പെരിമെന്റിൽ അവർ ജസ്റ്റ് പ്രൂവ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് പെട്രി കോർ സാമ്പിൾ പോലത്തെ സാമ്പിളുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് അവർ പറയുന്നില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ കഴിയുമെന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേ കേസ് തന്നെയാണ് ഗ്രാനൈറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്തത്. ഈ പറയുന്ന സാൻഡൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ സോ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷേ അതിന്റെ ഫീസിബിലിറ്റിനെ പറ്റിയിട്ട് ആരും ഇവിടെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡീബങ്ക് ചെയ്തു എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഒരു ആർട്ടിഫാക്ട് നമ്മുടെ കൈവശം കിട്ടുകയും അതിനെ അതേ ഫീച്ചേഴ്സോടെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് ഡീബങ്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ ഒരു ആംബിഗ്യൂറ്റി, ഈ ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഓൾട്ടർനേറ്റീവ് തിയറീസ് ഒക്കെ പൊങ്ങി വരുന്നത്. അതായത് നമുക്കറിയാൻ പാടില്ലാത്ത ഒരു അഡ്വാൻസ് മെഷീനറി അവർക്ക് ഉണ്ടായിരിക്കും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെയ്ത്തിങ് മെഷീൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ല പറയുന്നത്, സയന്റിഫിക് വേൾഡ് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ടെക്നോളജിക്കൽ എറ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ എന്റെ വായിന്നെടുത്ത് പറയുന്നതല്ല, നിങ്ങൾ അത് മനസ്സിലാക്കാം. അതിനുള്ള ഒരു പോസിബിലിറ്റിനെ പറ്റിയിട്ടുള്ള ഡിബേറ്റ് ഇപ്പോഴും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതൊന്നും ഒരിക്കലും ആർക്കും ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ബോർഡറിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ചിലവർക്ക് ഉണ്ടായിരിക്കാം. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിയോളജിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബോർഡറിലിന്റെ ഒരുപാട് ചിത്രങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബോർഡറിൽ ആർക്കിയോളജിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, പെട്രി കോർസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലോജിക്കും കോമൺ സെൻസും അനുസരിച്ച് ഈ ഒരു സാമ്പിൾ നമുക്ക് അതിൽ നിന്ന് എടുക്കണമെങ്കിൽ മോളിൽ നിന്ന്, അതായത് ഈ ഒരു ബിറ്റിന്റെ മോളിൽ നിന്ന് നല്ല വെയിറ്റ് കൊടുക്കണം. എന്നാൽ താഴത്തേക്ക് ഒരു പ്രഷർ കൊടുത്താൽ മാത്രമാണ് നല്ല കറക്റ്റ് സ്പേസിങ്ങിലൂടെ ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ വരുള്ളൂ. അല്ലാതെ സാൻഡ് സിൽറ്റ് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ, എന്നാൽ വെയിറ്റ് മുകളിൽ നിന്ന് കൊടുത്താൽ മാത്രമാണ് ഇതേപോലത്തെ ഒരു കോർ സാമ്പിൾ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടൂളിന്റെ മുകളിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള വെയിറ്റ് ഇങ്ങനെ വെക്കണം. അതല്ലേ നമുക്ക് ഇപ്പൊ കോമൺ സെൻസോടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ടൂളിന്റെ മുകളിൽ നമ്മൾ നല്ല രീതിയിലുള്ള വെയിറ്റ് താഴേക്ക് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കട്ടിയെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. പക്ഷേ അവിടെയാണ് വേറൊരു കുഴപ്പം കിടക്കുന്നത്. ഈജിപ്ഷ്യൻ ആർട്ടിഫാക്ട് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു ദ്വാരമില്ലേ, ആ ഒരു കോർ എടുത്തിട്ടില്ലേ, അത് ഡോറിന്റെ ഹിഞ്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡോറിന്റെ ഹിഞ്ച് എന്നൊക്കെ പറയുന്നത് ഇതേപോലുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ്സ് ഒക്കെ കൊണ്ടാണ് ആ ഡോറിന്റെ ആ ഒരു കട്ട്ല പോലത്തെ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മുകളിലും താഴ്ത്തുമാണ് ഈ പറയുന്ന ആ ഒരു കോർ ഒരു കോർ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു അസംപ്ഷൻ അനുസരിച്ച് ഇതിന്റെ മുകളിലേക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. വെയിറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഒരു സംഭവം മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ മനുഷ്യരിങ്ങനെ ഇന്ന് പ്രസ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഡ്രില്ലിംഗ് അപ്പാരറ്റസ്, ആ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപകരണത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതൽ വലുതായിരിക്കും. എന്നാൽ ഇത്രയും വലിയൊരു ഉപകരണം ഉപയോഗിച്ച് ടൈറ്റ് സ്പേസസ് ആയിട്ടുള്ള ഡോറിന്റെ കട്ട്ലയുടെ ഹിഞ്ചിന്റെ കോറൊക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീസിബിൾ അല്ല. ഇവിടെ ഡോർ ഹിഞ്ച് മാത്രമല്ല ഇഷ്യൂ ആയിട്ട് വരുന്നത്, അവിടെ ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റാച്യൂസും ആർട്ടിഫാക്ട്സും കൈറോയിലത്തെ മ്യൂസിയത്തിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ മിക്ക സ്റ്റാച്യൂസിന്റെയും കാൽപാദങ്ങളുടെ ഇടയിൽ നോക്കുകയാണെങ്കിലും ഇതേപോലുള്ള ഒരു കോർ ബിറ്റ് പിന്നെ കുഴിച്ചു പോയിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതും ഈ സ്റ്റാച്യു എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാവട്ടെ ഒരു സോളിഡ് പീസ് ഓഫ് ഗ്രാനൈറ്റ് എന്നാണ്. അപ്പോൾ ഇത്രയും ടൈറ്റ് സ്പേസിൽ എങ്ങനെയാണ് അവർക്ക് ഒരു ദ്വാരം ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ള ഒരു ചോദ്യത്തിനൊന്നും ആർക്കും ഒരു ഉത്തരം തരാൻ കഴിയില്ല.
പെട്രികോർ 7ന്റെ സൈഡിൽ കാണുന്ന ആ ലൈനുകൾ തമ്മിലുള്ള സ്പേസിങ്ങിന് കാരണം ഡിഫറൻസ് ഇൻ പ്രഷറാണ്. പല രീതിയിലുള്ള പ്രഷർ വന്നതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ രണ്ട് ലൈൻ തമ്മിലുള്ള സ്പേസിംഗ് കൂടുമ്പോൾ അതിന്റെ അർത്ഥം മുകളിൽ നിന്നുള്ള പ്രഷർ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കുന്നതാണ്. ഈ സ്പേസിംഗ് കുറയുന്നതിന്റെ അർത്ഥം പ്രഷർ കുറയുമ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാമ്പിൾ, ഇങ്ങനത്തെ ഒരു കോർ സാമ്പിൾ നമ്മുടെ കൈവച്ച് നിങ്ങൾക്ക് ഒരു മനുഷ്യന് അവിടെ പോയി ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പിൾ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിന് ഗിസ പ്ലാറ്റോയിൽ എവിടെ നോക്കിയാലും ഇതേപോലുള്ള സിലിണ്ട്രിക്കലായിട്ടുള്ള കട്ടിങ്ങിനെ പരിപാടിയൊക്കെ കാണുമ്പോൾ സ്ക്രീനിൽ ഫോട്ടോസ് ഒക്കെ കാണിക്കാം. ഇതൊക്കെ ശരിക്കും നമ്മുടെ കൺമുന്നിലുള്ള എവിഡൻസ് ആണ്, നമുക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ്. എന്നാൽ എക്സ്പെരിമെന്റൽ ആർക്കിയോളജി ആവട്ടെ, ഇവർ ഡീബങ്ക് ചെയ്തെന്ന് പറയുന്ന സംഭവം എന്താണ്? ഇവര് ബോർഡറിൽ ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് അവർ തെളിയിച്ചേക്കുന്നത്. അല്ലാണ്ട് ഈ ഒരു സംഭവത്തെ എക്സാക്ട്ലി അവർ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അവരെങ്ങനെയോ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ഈ 80 ടണ്ണോളം വെയിറ്റ് വരുന്ന സ്ലാബ് നല്ല പ്രിസിഷനിൽ കൊണ്ട് അവിടെ അച്ചീവ് ചെയ്തിരിക്കാം. ഇതവിടെ വെറുതെ വച്ചേക്കുന്നില്ല. ഇതിന്റെ സർഫസിൽ മിറർ പോളിഷ് ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഈ പറഞ്ഞ അബ്രേസീവ് മെറ്റീരിയൽ ആയിട്ടുള്ള ക്വാർട്സിന്റെ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് അതിങ്ങനെ ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ നമുക്ക് മിറർ പോളിഷ് കിട്ടാൻ പറ്റുന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റും. പക്ഷേ ഈ മിറർ പോളിഷ് അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള അബ്രേഷൻ കൊണ്ട് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സർഫസിന് എനിക്ക് മിറർ പോളിഷ് ആക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്? ആദ്യം അതിന്റെ സ്ലൈറ്റ് ഇൻപെർഫെക്ഷൻസ് അങ്ങനെ എടുത്തു കളയാൻ നോക്കും. അതായത് അത്യാവശ്യം ഗ്രിറ്റ് ഉള്ള ഒരു സാൻഡ് പേപ്പർ എടുക്കും. ഒരു 500 400 ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ആദ്യം ഉരച്ച് ഒന്ന് ഈവൺ ആക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഗ്രിറ്റ് കുറഞ്ഞ സാൻഡ് പേപ്പർ ആയിരിക്കും ഞാൻ എടുക്കാം. ഒരു 800 സാൻഡ് പേപ്പർ എടുത്തിട്ട് ഞാൻ അടുത്ത് വരച്ചു എന്ന് വിചാരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് 1000 ആയിരിക്കും. പിന്നെ 2000 പോകും, പിന്നെ 3000 പോകും. പിന്നെ 3000 എബോവ് എന്ന് പറയുന്നത് ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള സാൻഡ് പേപ്പർ ആയിരിക്കും. അതായത് ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള അബ്രേസീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവം കൊണ്ടായിരിക്കും നമ്മളത് ഇങ്ങനെ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫൈനൽ മിറർ പോളിഷ് കിട്ടണമെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള സാൻഡിങ് കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. എന്നാൽ ഈ പറയുന്ന മിറർ പോളിഷ്ഡ് ഔട്ട്പുട്ടോട് കൂടിയിട്ടുള്ള ഗ്രാനൈറ്റ് ബോൾസ് ഒക്കെയാണ്, സർക്കോവേഴ്സ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാനും കഴിയുന്നത്. അതുകൊണ്ട് അവരത് എങ്ങനെയോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ സഹായിച്ച് നൈൽ നദിയിൽ നിന്നെടുത്ത ഒരു സാൻഡിന്റെ പോളിഷ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം കിട്ടില്ല. കാരണം ഈ ഒരു സംഭവം എടുത്ത് നമ്മൾ അവിടെ വരച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റ് ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. അത്യാവശ്യം വലിയ ഗ്രൂസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത്തരം മിറർ പോളിഷ് ഇവിടെ അച്ചീവ് ചെയ്യണമെങ്കിൽ വളരെയധികം മിനുസമായിട്ടുള്ള സിലിക്ക ഡസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ക്വാർട്സിന്റെ ഡസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതും വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് കിട്ടിയേക്കാം. പക്ഷെ ഇതൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ, ആ ഒരു ലോജിക്ക് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഉണ്ടായെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡിബേറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളാണ്, അല്ലാണ്ട് സ്യൂഡോ സയൻസോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സംഭവങ്ങളൊന്നുമല്ല. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന മിറർ പോളിഷ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ചോദിക്കാൻ പറ്റും, എന്തെങ്കിലും ഓയിലൊക്കെ ഉപയോഗിച്ച് തുടച്ചായിരിക്കില്ലേ എന്നുള്ളത്. 4500 വർഷങ്ങളായി എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഓയിലും കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോളിഷൊക്കെ നശിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അസംഷൻ നിങ്ങളൊന്ന് മാറ്റി വെക്കാം. ഇനിയും തെളിവ് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു സാമ്പിൾ കൂടി തരാം. നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് അൺഫിനിഷ്ഡ് സർക്കോഫഗസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫാക്ട്. സർക്കോഫഗസിന്റെ മലയാളം എന്ന് പറയുന്നത് ശവപ്പെട്ടി എന്നാണ്. അപ്പൊ ഒരു ബെറിയൽ സംഭവമാണ് ശരിക്കും ഇത്. ഈ ആർട്ടിഫാക്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈജിപ്തിലത്തെ കൈറോ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയി കാണാം. ഇത് ഒളിച്ചു വെച്ചതാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്ത സംഭവം ഒന്നല്ല. ഈ സർക്കോഫഗസിന്റെ അടിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെൽ പോളിഷ്ഡ് ആണ്, വെൽ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ലബോറട്ടറി ഗ്രേഡ് ആയിട്ടുള്ള പ്രിസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ സയന്റിഫിക്കലി ടെസ്റ്റ് ആണ്, ഞാൻ വായനെടുത്ത് പറഞ്ഞതല്ല. പക്ഷേ ഈ ആർട്ടിഫാക്ടിന്റെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ ഒരു കട്ട് അകത്തേക്ക് കയറി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നേരെ ചെയ്യേണ്ട കട്ട് നേരെ ചരിഞ്ഞ് അകത്തേക്ക് കയറി പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് എക്സ്പെരിമെന്റൽ ആർക്കിയോളജി ഉപയോഗിച്ച് സാൻഡും ഈ പറയുന്ന ബാൻഡ്സ് ഒക്കെ ഉപയോഗിച്ച് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇങ്ങനെ വരച്ച് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും 2-3 മണിക്കൂറൊക്കെ എടുക്കുമ്പോൾ വെറും 4 സെന്റിമീറ്റർ മാത്രമാണ് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതായത് ഇൻക്രെഡിബിളി സ്ലോ ആയിട്ടുള്ള റേറ്റ് ആണത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ സർക്കോഫഗസ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ശവപ്പെട്ടി വരെ ഇങ്ങനെ ഉണ്ടാക്കി മൊത്തം പോളിഷ് ചെയ്തൊക്കെ വെച്ചു. എന്നിട്ട് അടിയിൽ അവർക്ക് ഈ ഒരു സംഭവം കട്ട് ചെയ്ത് കളയണം എന്ന് വിചാരിച്ചോ. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറെ ആൾക്കാർ ഇരുന്ന് അങ്ങോട്ട് ഒരിക്കുന്നു ഇങ്ങോട്ട് ഒരിക്കുന്നു, അങ്ങോട്ട് ഒരിക്കുന്നു ഇങ്ങനെ ഒരിക്കുന്നു. കുറെ ടൈം എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. അതും ഈ പറയുന്ന ക്വാർട്സ് ക്രിസ്റ്റൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഈ സർക്കോഫഗസിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ എന്ത് നല്ല പ്രിസിഷനോടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത്രയും നോളജും ഇത്രയും പ്രിസിഷൻ ലെവലിംഗ് ഒക്കെ ഉള്ള ഒരാൾക്കാർ
ഈ ഒരു മിസ്റ്റേക്ക് അവിടെ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എക്സ്പെരിമെന്റൽ ആർക്കിയോളജിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ടുള്ള കട്ടിംഗ് റേറ്റ് ഇവിടെ വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഈ സംഭവം ഒന്ന് പയ്യെ വളഞ്ഞ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കത്തും. ഇത് അകത്തേക്ക് പോയി നമ്മൾ വിളിച്ച് നിർത്തുന്നത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ബോധം എന്തായാലും അവർക്കുണ്ടാവും. കാരണം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവർ നല്ല പ്രിസിഷനോടെയാണ് പണിതിരിക്കുന്നത്. ഇപ്പൊ ഈ സർക്കോസ് മാത്രമല്ല, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അത് തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഒറ്റ ആർട്ടിഫാക്ട് നമുക്കൊരു അസംഷനിലേക്ക് വരാൻ പറ്റും. അതായത് ഇവരുടെ കൈവശം നമുക്കറിയില്ലാത്ത ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ കൈവശം റാപ്പിഡായിട്ട് കട്ട് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നിരിക്കാം. ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. അത് ഇതൊരു തിയറി ആയിട്ട് നിങ്ങളൊന്ന് കാണാം. അവർക്ക് റാപ്പിഡായിട്ട് കട്ട് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നിരിക്കാം. ഈ ടൂളും കൊണ്ട് കട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ സ്പീഡിലായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സംഭവം ഇത്ര സ്പീഡിൽ കട്ട് ചെയ്തു പോകുന്ന സമയത്തായിരിക്കാം അവർ പെട്ടെന്ന് ഒരു ചരിവ് കാണുന്നതും ഈ ഒരു സംഭവത്തെ ഡിസ്കാർഡ് ചെയ്ത് അത് കളയുന്നതും. അതുകൊണ്ടാണ് ഇതിന് ഡിസ്കാർഡഡ് സാർക്കോഫാഗസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ. ഇവിടെ ക്വാർട്സ് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇപ്പൊ യാതൊന്നും പറയുന്നില്ല. ഈ പറയുന്ന പോളിഷിനെ പറ്റിയിട്ട് നമ്മളൊന്നും പറയുന്നില്ല, ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. എല്ലാത്തിനും പ്രത്യേകം ആർക്കിയോളജിക്കൽ ഡാറ്റ ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്കൊരു കംപ്ലൈന്റും ഇല്ല. പക്ഷേ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇവർ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇപ്പൊ എടുത്തെടുത്ത് പറഞ്ഞത്. അതല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആരെയും തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. അപ്പൊ ഇതിൽ നിന്നല്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്ന ഒരു സംഭവം കുഫു ആണോ പണിതെന്നുള്ളതിന് ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള എവിഡൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പറയുന്ന ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത്ര നേരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ പറ്റിയിട്ട് അത് ഡീബങ്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഡീബങ്ക് ചെയ്തെന്നാണ് പറയുന്നതെങ്കിൽ അവര് നമുക്ക് എന്ത് രീതിയിലുള്ള ഒരു ആർട്ടിഫാക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അത് തന്നെ എക്സാക്ട്ലി 1:1 റെപ്ലിക്കേറ്റ് ചെയ്ത് കാണിക്കണം. എന്നാൽ അതിന് ഡീബങ്ക് എന്ന് പറയാൻ പറ്റും. അത് ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. അത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു അഡ്വാൻസ് മെഷീനറി ഉപയോഗിച്ച് ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നത്. എന്റെ കൺമുന്നിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള എന്തോ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അപ്പോ ഇതെങ്ങനെ സ്യൂഡോ സയൻസ് ആവും? അതൊന്ന് പറഞ്ഞു തന്നെ. ഇത്തരത്തിലുള്ള പോയിന്റ്സ് റൈസ് ചെയ്യുമ്പോഴാണ് പിരമിഡ്സ് കുഫു പണിതല്ല, പിരമിഡ്സ് കുഫു കണ്ടുപിടിച്ചതാണ്, അവർ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഡിസ്കവർ ചെയ്തതാണ് എന്നുള്ളൊരു തിയറി ഒക്കെ വരുന്നതും, ഗിസ എന്ന് പറയുന്നത് ഒരു പവർ പ്ലാന്റ് ആണെന്നുള്ള തിയറി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാൻ പറയുന്നതല്ല. അതൊക്കെ ഒരുപാട് തിയറീസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ് തിയറീസ് ഒക്കെ പറയുന്നതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ബേക്ഡ് ആയിട്ടുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് ഇതിനെ ഡീബങ്ക് ചെയ്തു എന്ന് പറയും. അവിടെയാണ് ലോജിക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് പിരമിഡ്സ് കിങ് കുഫു പണിതല്ല, നേരെ മറിച്ച് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഡിസ്കവർ ചെയ്തൊരു സംഭവമാണെന്ന് പറയുന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ മിറർ ഡയറി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അവർ ലൈം സ്റ്റോൺസ് കൊണ്ടുവന്നേക്കുന്നതിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പിന്നെ ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്സിൽ മോർട്ടാർ ഉപയോഗിച്ചായിട്ടും പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിനകത്ത് വൈക്കോലും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ടിങ് മെറ്റീരിയൽ, ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ പോലെ. അപ്പോൾ പിരമിഡിന്റെ അകത്ത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഓട്ടയും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഒരു പുരാതനമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷേ പിരമിഡിന്റെ അകത്ത് കണ്ടുവന്നിരിക്കുന്ന ഗ്രാനൈറ്റ് സ്ലാബ്സ് ഒക്കെ ഇങ്ങനെ വേർട്ടിക്കലി ഇറക്ട് ചെയ്ത് വെച്ചാൽ അതിന്റെ മുകളിൽ ബീമൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഒരിക്കലും പുരാതനമായിട്ടുള്ള ഒരു സംഭവമല്ല. ഗ്രേറ്റ് പിരമിഡ്സിന്റെ കോർ സ്ട്രക്ചറിലൂടെ പണി തീർത്തിരിക്കുന്നത് കുറച്ചധികം ആധുനിക ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള രീതിയിലാണ്. എന്നാൽ അതിനോട് യാതൊരു മാച്ചും ഇല്ലാത്ത ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്കാണ് ഈ പറയുന്ന മോർട്ടാറിൽ വൈക്കോലൊക്കെ കുഴച്ചിട്ട് ഇങ്ങനെ ഹോളും ഗ്യാപ്പൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുന്നത്. മോർട്ടാർ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് 4500 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ട്രേസ് എടുക്കാൻ പറ്റും. നമുക്കത് ഓക്കെ ഫീസിബിൾ ആണ്. പക്ഷേ ഈ പിരമിഡ് പണിത് ചെയ്യുന്ന ആ ഒരു സംഭവം നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ട്രേസ് എടുക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള പ്രിസിഷനാണ്. ഇപ്പൊ പ്രിസിഷനെ പറ്റി ഞാൻ എന്തായാലും പറയുന്നില്ല. അത് പറയാനാണെങ്കിൽ ഈ വീട് നീണ്ടു പോകും. ഓറിയൻ കോൺസ്റ്റലേഷനുമായിട്ടുള്ള അലൈൻമെന്റ്, ഭൂമിയുടെ ഒത്ത ലാൻഡ് മാസിൽ നടുക്ക് നിൽക്കുന്നു എന്നുള്ളതും, ഈ പറയുന്ന ഭൂമിയുടെ പല കാൽക്കുലേഷൻസ് ഇതിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളതും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി ഞാൻ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കിങ് കുഫു അല്ല ഈ ഒരു സംഭവം പണിതെന്നുള്ളതും 4500 വർഷങ്ങളല്ല ഇത് ഉള്ളതും ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഡിസ്കവർ ചെയ്തൊരു സംഭവമാണ് പിരമിഡ് എന്നുള്ള ഒരു തിയറി. അങ്ങനെയാണ് വരുന്നത്. ഈ തിയറി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഈ പറയുന്ന പിരമിഡ്സിനെ കണ്ടുപിടിക്കുന്നു, മരുഭൂമിയുടെ നടുക്ക് നിൽക്കുന്നതായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ഒരു പിരമിഡിനെ അവരുടെ കൈവശമുള്ള പ്രിമിറ്റീവ് ടെക്നോളജി ഉപയോഗിച്ച് മോഡി പിടിപ്പിക്കുന്നു, അതായത് റീനോവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏകദേശം 17 കിലോമീറ്ററോളം അപ്പുറത്തെടുക്കുന്ന ക്വറിയിൽ നിന്ന് ലൈം സ്റ്റോൺസ് എടുത്തുകൊണ്ട് വരുന്നു. അത് ഉപയോഗിച്ച് ഈ ഒരു പിരമിഡിനെ ഫിനിഷ് ചെയ്യുന്നു. അതായത് മുകളിൽ ഒരു കേസിംഗ് സ്റ്റോൺ പോലെ ലേ ചെയ്യുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു രീതിയിലായിരുന്നു പിരമിഡ് പണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. ഈ പിരമിഡിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വെള്ള കളറിലുള്ള കേസിംഗ് സ്റ്റോൺസ് കാണാൻ പറ്റും. അപ്പോൾ ഈ കേസിംഗ് സ്റ്റോൺസ് ആണ്
കുഫുയുടെ ആ ഒരു ഹാർബറിലൂടെ അവരെ കൊണ്ടുവന്നത് എന്നുള്ളൊരു തിയറിയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആർക്കിയോളജിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ഉത്തരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തിയറീസ് ഒക്കെ പുറത്തു വരുന്നത്. അല്ലാണ്ട് ഒരാൾ വെറുതെ എന്ന് പറയുന്നതല്ല. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. സയൻസും ശാസ്ത്രവും ആർക്കിയോളജിയും എന്താണ് നമുക്ക് തരുന്നത്, അതിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള തിയറീസ് ഒക്കെ വരുന്നത്. അതല്ലാണ്ട് ഇത് സ്യൂഡോ സയൻസ് അല്ല. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുമില്ല. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം തരാൻ കഴിയുന്നില്ല, ആർക്കിയോളജിക്കും ഒരു കംപ്ലീറ്റ് ആൻസർ തരാൻ കഴിയുന്നില്ല. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവരിതൊക്കെ ചെയ്തെടുത്തു എന്നുള്ളൊരു കാര്യം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. ശാസ്ത്രത്തിനും ആർക്കിയോളജിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയാത്ത ഇത്തരം വസ്തുക്കൾ ഉള്ള സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള വളരെ തിന്നായിട്ടുള്ള ഗ്രാനൈറ്റ് പോർട്ടറി അവരുണ്ടാക്കിയതിലും നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും പറയാനില്ല. ശാസ്ത്രീയമായി ഇത്തരത്തിലുള്ള ആർട്ടിഫാക്റ്റുകൾ അവർക്ക് അതേപോലെ തന്നെ അനുകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു മിസ്റ്ററി ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇത്ര അധികം വർഷങ്ങൾക്ക് മുമ്പ് മോഡേൺ സയൻസിനെ വെല്ലുന്ന രീതിയിലുള്ള അക്യുറസിയോടെയാണ് ഇത്തരത്തിലുള്ള ആർട്ടിഫാക്റ്റ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വിചിത്രമായ ആർട്ടിഫാക്റ്റ് ഇവർ കണ്ടുപിടിക്കുകയും അതിന്റെ ഏകദേശ രൂപം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ആർട്ടിഫാക്റ്റുകളുടെ പ്രധാന പ്രശ്നങ്ങളൊന്നും ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്പെസിമെനിലൂടെ നമുക്ക് കിട്ടുന്നുമില്ല. ഈ ഒരു ടോപ്പിക്കിനെ ചൊല്ലി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തേക്കുന്ന വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്ങോ അതോ ഒരു ഏലിയൻ വന്നിട്ട് ഇതുണ്ടാക്കിയതാണെന്നുള്ള ഒരു ക്ലെയിം അല്ല ഞാൻ തരുന്നത്. നേരെ മറിച്ച് നമുക്കറിയാൻ പാടില്ലാത്ത, മോഡേൺ സയൻസിനും ആർക്കിയോളജിക്കും അറിയാൻ കഴിയാത്ത ഒരു പാസ്റ്റ്, ഒരു ചരിത്രം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു പാസ്റ്റിൽ അവിടെ പൂർണ്ണമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുവരെ അറിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തടത്തോളം കാലം ഇതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ കിടക്കും. പുതിയ തിയറീസ് എല്ലാം മുന്നോട്ട് വരികയും ചെയ്യും. 2025 വരെയുള്ള നമ്മുടെ ടെക്നോളജിയും അറിവും വെച്ച് നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്നത് വരും കാലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരങ്ങളെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള കൺഫ്യൂഷനും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഒരുപാട് കമന്റ്സ് കണ്ടുകൊണ്ട് മാത്രമാണ്. ഒരുപാട് ആൾക്കാർ എന്നെ കണ്ണു പൂട്ടി തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ കമന്റ്സ് എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒട്ടും തന്നെ മെച്യൂർഡ് അല്ലാത്ത രീതിയിലുള്ള കമന്റ്സ് ആണ് ഞാൻ കാണുന്നത്. ഇത്തരത്തിലുള്ള വീണ്ടും വിചാരം ഇല്ലാത്ത തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് ചെയ്യുന്നത് പിള്ളേരാണ്. അവർക്ക് ആ സമയത്ത് ചോരത്തിളപ്പിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണ്. പെട്ടെന്ന് നമ്മൾ കൺക്ലൂഷൻസിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം എവിഡന്റ് ആയിട്ട് ഇവരുടെ കമന്റ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇതേപോലുള്ള കമന്റുകൾ വായിക്കുമ്പോൾ ആക്ച്വൽ വ്യൂവേഴ്സ് ഉണ്ടാവും, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവർക്കും സംശയം തോന്നും, അവരും നമ്മൾ വിശ്വസിക്കാണ്ട് വരും. യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഇതുവരെയായിട്ട് ഞാൻ ഇത്ര അധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അറ്റാക്ക് എനിക്ക് കിട്ടുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളൊരു കാര്യം ശരി തന്നെയാണ്. എന്ത് തന്നെയാലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് സ്ക്രാച്ച് മാത്രമാണ്, ജസ്റ്റ് സർഫസിന് ഇങ്ങനെ ഒന്ന് ഒരച്ചിട്ട് മാത്രമേ ഉള്ളൂ. എവിഡൻസ് എടുക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് എവിഡൻസ് ഇങ്ങനെ നേരത്തെ പറയാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പം പിരമിഡിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈജിപ്തിൽ തന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് കണ്ടുവരുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് പറയാനുണ്ടാവും. അതുമാത്രമല്ല, ചൈനയിലുള്ള ഒരുപാട് പിരമിഡ്സ്, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ട്രക്ചേഴ്സ് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ലോകമെമ്പാടും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്നും പോരാണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും പറയാറുള്ളത്, ഞാൻ പയ്യെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ വീഡിയോസായിട്ട് പറഞ്ഞുതരാം. എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടാൽ മാത്രമാണ് എന്താണ് ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരാളെ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ജഡ്ജ് ചെയ്യരുത്. അത് മാത്രമാണ് എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ശാസ്ത്രം എന്ന് പറയുന്ന സംഭവത്തിന് എന്തും ഏതും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സയൻസ് എന്ന് പറയുന്നത് ഫാക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് മാത്രമാണ്. അവർക്ക് ഫാക്റ്റുകളും എവിഡൻസസും കിട്ടിയാൽ മാത്രമാണ് സയന്റിഫിക്കലി റെലവെന്റ് എന്ന് പറയുള്ളൂ. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, നിങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, നമ്മുടെ ലോകത്തിൽ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. എല്ലാ തികഞ്ഞ ആൾക്കാരായിട്ട് ആരുമില്ല. എല്ലാവർക്കും പല മിസ്റ്റേക്സ് വരാം. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ 100% കറക്റ്റ് ആവണമെന്നില്ല. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇവർ ശാസ്ത്രം തരുന്ന ഡാറ്റ ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും.
അത് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളത് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് സംസാരിക്കുക. ഈ ലോകത്ത് മലയാളം മാത്രമല്ല ലാംഗ്വേജ് ആയിട്ടുള്ളത്, വേറെ ഒരുപാട് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന്റെ ഗ്രാവിറ്റി എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളത്തിൽ ഞാൻ മാത്രം ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ട് എന്നെ ഒറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ലോകമെമ്പാടും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അത് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. അത് ഇത്ര വലിയ തെറ്റായി പോയെങ്കിൽ അത് എനിക്ക് ഇനി പറയാൻ അറിയില്ല. അപ്പൊ എന്തൊക്കെ തന്നെയാലും ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.